നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീൽസുകൾ കാണാറുണ്ട്. ഇതിലേറ്റവും അധികം നമ്മളുടെ മുന്നിലേക്ക് വന്നൊരു റീൽസ് വിഷുദിനത്തിൽ പ്രത്യേകിച്ചും പടക്കം പൊട്ടിച്ച് ഓടുന്നതിനിടയിൽ റോഡിൽ തെന്നി മലർന്നു വീണ ഒരു മധ്യവയസ്കൻ്റെ ഒരു വീഡിയോ ആണ്. വർഷങ്ങൾ ഇത്രയുമായാലും നമ്മുടെ മുന്നിലേക്ക് എല്ലാ വിഷുക്കാലത്തും ഈ വീഡിയോ വരാറുണ്ട്. അതൊന്ന് കാണുമ്പോൾ ചിരിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ആ വീഴ്ചയിൽ നമ്മൾ കണ്ടെത്തിയ ഹാസ്യം അത് സത്യത്തിൽ എത്രയോ ആളുകളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ കുറേ കാലം ഒരു വീഡിയോ വൈറലാകുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട്, ട്രോളുകൾ ചെയ്യാറുണ്ട്. എന്നാൽ ആ ചിരിക്കപ്പുറം ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന നരകയാതന അല്ലെങ്കിൽ വേദന എത്രത്തോളം ഉണ്ടാകുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വാഴ 2 എന്ന സിനിമയിലെ ഏറ്റവും വൈകാരികമായൊരു രംഗം ഇതുതന്നെയായിരുന്നു. മലയാളികൾ പിന്നീട് ആ വീഡിയോ കണ്ട് ചിരിക്കാറുണ്ടായി. മലയാളികൾ പിന്നീട് ആ വീഡിയോ കണ്ട് ചിരിക്കാതെയായി. ആ ചിരി ഒരു നോവിന് വഴിമാറുകയാണ് ഉണ്ടായത്. വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിനിടെ റോഡിൽ വീഴുന്ന ബിജുക്കുട്ടൻ്റെ ഒരു കഥാപാത്രത്തിന് ഒരു ചെറിയ വിഷ്വലുണ്ട്. അന്ന് മലയാളികളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ട് ചിരിച്ച ആ റീലിനെ സിനിമയിൽ പുനരാവിഷ്കരിച്ചതോടുകൂടി അത് എത്രത്തോളം ഭീകരമായി, എത്രത്തോളം ആഴത്തിൽ ഒരു കുടുംബത്തിന്, ഒരു കുട്ടിക്ക്, ഒരു അച്ഛന് വേദന ഉണ്ടാക്കിയെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ വൈറൽ വീഡിയോയുടെ പുനരാവിഷ്കാരമായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ആ വീഡിയോയ്ക്ക് പിന്നിലെ കരളലിയിക്കുന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് താരമായ ബിജുക്കുട്ടൻ. തന്നെ തേടി യഥാർത്ഥ സംഭവത്തിലെ ആളായ ശിവൻ എത്തിയെന്നും ബിജുക്കുട്ടൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യയുടെ കൂട്ടുകാരിയും മകളുമാണ് ബിജുക്കുട്ടനെ കാണാൻ വീട്ടിലെത്തിയത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു വിഷുക്കാലത്ത് പടക്കം പൊട്ടിക്കുന്നതിനിടെ റോഡിൽ വീണ ശിവൻ എന്ന വ്യക്തിയുടെ വീഡിയോ അദ്ദേഹത്തിൻ്റെ അനിയൻ തന്നെയാണ് തമാശയ്ക്കായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. എന്നാൽ ആ പോസ്റ്റ് ശിവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. വീഡിയോ വൈറലായതോടെ ലോകം മുഴുവൻ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. ഇയാൾ മദ്യപിച്ചതാണോ, ഇത്ര പേടിയാണോ തുടങ്ങി ചോദ്യങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടി. വീഡിയോ വൈറലായതോടെ ആളുകളെ അഭിമുഖീകരിക്കാൻ പോലും ശിവന് പേടിയായി. ഓരോ വിഷു വരുമ്പോഴും ഈ വീഡിയോ വീണ്ടും പൊങ്ങി വരുന്നത് അദ്ദേഹത്തെ വല്ലാതെ മാനസിക ബുദ്ധിമുട്ടിലാക്കി. ജീവിതം അടുത്ത ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച നിമിഷങ്ങളുണ്ടായിരുന്നുവെന്ന് ബിജുക്കുട്ടനെ കാണാനെത്തിയപ്പോൾ ശിവൻ വെളിപ്പെടുത്തി. സിനിമയിലെ ആ സീൻ റിലീസായപ്പോൾ തൻ്റെ പഴയ നാണക്കേട് വീണ്ടും ചർച്ചയാകുമെന്നും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. എന്നാൽ വാഴ 2 തിയേറ്ററിലെത്തിയതോടെ കഥ മാറി. ആ വീഡിയോയിൽ ആളുകൾ കണ്ടതിനേക്കാൾ വലിയൊരു സത്യം അച്ഛനും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധം സിനിമയിൽ മനോഹരമായി ആ റീൽസിനെ ആസ്പദമാക്കി പുനരാവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സിനിമ കണ്ടിറങ്ങിയ ശിവന്റെ മകൻ ജോലി സ്ഥലത്ത് നിന്നും അച്ഛനെ വിളിച്ച് പറഞ്ഞത്രേ, അച്ഛനും അമ്മയും ഈ സിനിമ തീർച്ചയായും പോയി കാണണം. സിനിമ കണ്ടതോടെ വർഷങ്ങളായി അനുഭവിച്ചിരുന്ന ടെൻഷനും സങ്കടവും പടിയിറങ്ങിപ്പോയെന്നും മനസ്സ് ശാന്തമായെന്നും ശിവൻ പറയുന്നു. താൻ നേരിട്ട അപമാനത്തിന് സിനിമയിലൂടെ ലഭിച്ച അംഗീകാരമായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. ഇത്രകാലം ഉണ്ടായ പേടിയും ടെൻഷനും എല്ലാം പെട്ടെന്ന് പോയ പോലെ ആ വീഡിയോയിലൂടെ ആളുകൾ കണ്ടതിനപ്പുറത്തേക്ക് അവിടെ സംഭവിച്ചത് അതേപോലെ സ്ക്രീനിൽ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷവും ആശ്വാസവും തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞതായും ബിജുക്കുട്ടൻ ഓർത്തെടുക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കാണുന്ന 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റൊക്കെയുള്ള വീഡിയോ വെച്ച് നമ്മൾ ആളുകളെ താരതമ്യം ചെയ്യാറുണ്ട്, ആളുകളെ ശകാരിക്കാറുണ്ട്, നമ്മൾ വളരെ മുൻവിധിയോടുകൂടി സമീപിക്കാറുണ്ട്. എന്നാൽ ഓരോ വീഡിയോയുടെയും പിന്നാമ്പുറത്ത് ഇങ്ങനത്തെ ഒരുപാട് കഥകൾ ഉണ്ടാകും. ഒരു ഘട്ടത്തിൽ ആത്മഹത്യയിലേക്ക് പോലും പോകാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് ബിജുക്കുട്ടനോട് തുറന്നു പറഞ്ഞത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുമ്പോഴേ റിയാക്ട് ചെയ്യുകയും ട്രോൾ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും.